നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി നോർവീജിയൻ ക്ലബ്ബായ ബോഡോ ഗ്ലിംറ്റിനോട് പൊട്ടി തകർന്നല്ലോ. ആ കളിക്ക് ശേഷം ഏർലിംഗ് ഹാലൻഡ് ആരാധകരോട് മാപ്പ് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിനെക്കുറിച്ച് പെപ് ഗാർഡിയോള പ്രതികരിക്കുന്നു. നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വോൾസിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിയുണ്ട്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:30 ആ കളി. ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇപ്പോൾ കോച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏർലിംഗ് ഹാലൻഡിൻ്റെ മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ബോഡോ ഗ്ലിംറ്റിനെതിരെയുള്ള കളിക്ക് ശേഷം ഹാലൻഡ് മാപ്പ് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം മാപ്പ് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എന്താണോ ബെസ്റ്റ് അത് അദ്ദേഹം കളിക്കളത്ത് ചെയ്യുകയാണ് വേണ്ടത്. അത് അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ ഒരു ടീം വിജയിക്കുന്നില്ലെങ്കിൽ അത് ഒരു പ്ലെയറുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്വയം നമ്മോട് തന്നെ മാപ്പ് പറയണമെന്നല്ലാതെ മറ്റാരോടും മാപ്പ് പറയേണ്ടതില്ല. നിങ്ങളുടെ എല്ലാം സമർപ്പിച്ച് കളിക്കുകയാണ് വേണ്ടത് എന്ന് പെപ് ഗാർഡിയോള കൃത്യമായിട്ട് പറയുന്നു. പിന്നെ ആ കളിക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വന്ന ആരാധകർക്ക് അവരുടെ ടിക്കറ്റ് പൈസ മടക്കി കൊടുക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റന്മാരുടെ ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെപ്പ് പറഞ്ഞത്, ഈ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഞാനിവിടെ എത്തിയതിന് ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ക്യാപ്റ്റൻസാണ്. ബെർണാഡോ, റൂബന്, റോഡ്രി, ഏർലിങ് അവരെല്ലാം എക്സ്ട്രാ ഓർഡിനറിയാണ്. പല കാര്യങ്ങളിലും പല ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാലും ഇങ്ങനെ ക്ലബിനോട് ക്ലോസ് ആയിട്ടുള്ള മറ്റാരാണുള്ളത്? ഇങ്ങനെ ടീമിനോട് ക്ലോസ് ആയിട്ടുള്ള മറ്റാരാണുള്ളത്? സോ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലബിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീരുമാനമായിരിക്കും എന്നുകൂടി പെപ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.